ഹായ്. നമ്മളൊക്കെ ചെറുപ്പകാലത്തിലെ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മളോട് ടീച്ചർമാരൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് വലുതായി കഴിഞ്ഞാൽ ആരാവാനാണ് അല്ലെങ്കിൽ എന്താവാനാണ് ആഗ്രഹം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്റെയൊക്കെ കാലഘട്ടത്തിൽ, അത് 90s കിഡ്സിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഭൂരിഭാഗം ആൺകുട്ടികളും പറഞ്ഞിരുന്ന ഒരു ഉത്തരമുണ്ട്. അത് വേറൊന്നല്ല, ദാ ഈ ഒരു സീറ്റിൽ ഇരിക്കണം, ഈ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കണം എന്നായിരിക്കും. അതായത് ഡ്രൈവർ ആകണമെന്നായിരിക്കും ഭൂരിഭാഗം ആൺകുട്ടികളും പറഞ്ഞിട്ടുണ്ടാവുക. അത് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. എന്നാൽ കൂടി പണ്ടത്തെ കാലത്ത് എന്റെയൊക്കെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിച്ചിരുന്നത്, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ അറിയുന്ന ഒരുവിധ കുട്ടികളൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഡ്രൈവർ ആണെന്നാണ്. അതായത് ബസ്സിലോ അല്ലെങ്കിൽ വലിയ ലോറിയിലോ ഒക്കെ ഡ്രൈവർ ആണെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് അത് അങ്ങനെയാണ്. പക്ഷെ അതിൽ അങ്ങനെ ആഗ്രഹം പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു വെറും ഒരു 10% അതിൽ താഴെയൊക്കെ ആളുകൾ മാത്രമായിരിക്കും ഡ്രൈവർ എന്നുള്ള ജോലിയിലേക്ക് പോയിട്ടുണ്ടാകുക. ബാക്കിയുള്ളവരൊക്കെ 90% ആൾക്കാരും പഠിച്ച് കുറച്ച് ബെറ്റർ ക്ലാസ്സിലേക്ക് പോകുന്നതോറും അവർ പഠിച്ച് മറ്റു ജോലികളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PG ഒക്കെ പഠിച്ച് അതിനുശേഷം ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ട് ഡ്രൈവിംഗിലേക്ക് തിരിച്ചു വന്ന ആളുകളുണ്ട്. ഇപ്പൊ ബസ് ഓടിക്കുന്നവർ, പിന്നെ കാർ ഓടിക്കുന്നവർ, കാർ നല്ല ടാക്സി ഓടിക്കുന്നവരുണ്ടാവും. പിന്നെ ലോറിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. അത് ആ ഡ്രൈവിങ്ങിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാട്ടോ. അവർക്ക് മറ്റു ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ ജോലി കിട്ടാത്തതുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല. ആ ഡ്രൈവിംഗ് എന്നുള്ളൊരു പാഷന്, അതൊരു ഇഷ്ടത്തോടു കൂടി അത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പല ആളുകൾക്കും അങ്ങനെ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡ്രൈവർ ആണെന്ന് അന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം ഈ ഡ്രൈവിംഗുമായി ഒരു ബന്ധമില്ലാത്ത പല ജോലികളും ചെയ്തിട്ട് അവസാനം ഞാൻ ഇപ്പോൾ ഡ്രൈവറായി വന്നിട്ടുള്ളതാണ്. അത് നമ്മളൊരു ഇഷ്ടം കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഇതിൽ പോവില്ലെന്ന് അറിയില്ല. എന്നാൽ കൂടി ആ ഒരു ഇഷ്ടത്തോടു കൂടി ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ പണ്ടത്തെ ഒരു കാലം, ഒരു നൊസ്റ്റാൾജി അങ്ങനെ വന്നപ്പോൾ, പുറത്തല്ല മഴയാണ്, വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും ഡ്രൈവിംഗിന് ഇഷ്ടപ്പെടുന്ന പോലെയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.